എങ്ങനെയാ ദുരന്തത്തെ PV അൻവറും ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും നേരിട്ടത്? ഒരാൾക്ക് പ്രശ്നമുണ്ട്, ഒരാൾക്ക്. 10,000 ചില്ലാനം വീട്ടിൽ വെള്ളം കയറി, 500ഓളം വീടുകൾ തകർന്നു, 1000ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. 6 മാസം കൊണ്ട് പ്രശ്നം തീർത്തോ? 6 മാസം കൊണ്ട്. അന്നും കൊടുത്തത് വീട് പോയതിന് 4 ലക്ഷം, ഭൂമിയും വീടും പോയതിന് 10 ലക്ഷമാണ്. ആ പൈസ നിങ്ങൾ അവിടെ നിന്ന് ചെല്ലു, വഴിക്കടവില് ആൾക്കാരെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു PV അൻവർ. മനസ്സിലായോ? 4 ലക്ഷത്തിന് ആ നാട്ടുകാരെ കണ്ട് പലരും എനിക്ക് സ്പോൺസർ ചെയ്ത് ഭൂമി 4 ലക്ഷം ഫ്രീ. വീടുണ്ടാക്കാൻ ഈ നാട്ടിൽ ഒരുപാട് സാമൂഹ്യ സംഘടനകൾ കടന്നു വന്നു. അവർ വീടുണ്ടാക്കി കൊടുത്തു, സുന്ദരമായ വീടുകൾ. ആ 10 ലക്ഷം ആ സാധുക്കളുടെ പോക്കറ്റിലായി. അവരുടെ ജീവിത നിലവാരം അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റി. 1 ഏക്കറും 2 ഏക്കറും നല്ല 2 നില കെട്ടിടങ്ങളും പോയ പാവപ്പെട്ടവനെ കോഴിക്കൂട്ടിലേക്ക് തള്ളിയിട്ടില്ല PV അൻവർ. മനസ്സിലായോ? മറുപടി പറയണം. ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി 37 വീടുണ്ടാക്കി തന്നറിയോ നമുക്ക്? ഒരൊറ്റ ആള്. AP വിഭാഗം 22 വീട്ടുണ്ടാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി കാര്യങ്ങള്. ജമാഅത്ത് ഇസ്ലാമിയുടെ കെയർ ഓഫിൽ 10-22 വീടുകൾ. എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന നമ്മുടെ ചുങ്കത്തറയിലെ മാർത്തോമ സ്കൂളിൽ 23 വീട്. മാർത്തോമ സമൂഹം. ആ സ്കൂളിൽ പഠിച്ച 23 കുട്ടികൾക്ക് ഡാമേജ് ഉണ്ടായിരുന്നു. വീടിന് ഉണ്ടാക്കി കൊടുത്തു. അറിയാങ്ങള്? ഒരു സമുദായം, ഒരു സ്കൂള്. ഒരാൾക്കും ഒരു പ്രശ്നമില്ല. മുഴുവൻ പൂർത്തീകരിക്കപ്പെടാത്ത ഒറ്റ കാര്യം ഉണ്ടെന്ന് അറിയാങ്ങള്? ST കാട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന പാവപ്പെട്ട ST വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് ഭൂമി കൊടുക്കാൻ ഈ പറയുന്ന മുണ്ടേരി ഫാമിൽ അങ്ങാടിക്കടുത്ത് ഭൂമി കൊടുത്ത് അവരെ മാറ്റിപ്പാർപ്പിക്കാനെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. ആ തീരുമാനം 2021-2026 ഗവൺമെന്റിൽ തഴയപ്പെട്ടതിന്റെ കാര്യം ഞാൻ പറയാം. ആ സാധുക്കൾ ഇപ്പോഴും ആ വാടക കെട്ടിടത്തിൽ താമസിക്കുക. വാടക കെട്ടിടത്തല്ല, ഈ പറയുന്ന കൃഷിഭൂമിയുടെ മുണ്ടേരി കൃഷി ഫാമിൽ താമസിക്കുകയാണ്. എന്താ വയനാട്ടിൽ ഇന്നലത്തെ സ്ഥിതി? ഈ 1 കൊല്ലം കഴിഞ്ഞു, 2ാമത്തെ വർഷക്കാലം വന്നു. അവിടെ ഉണ്ടല്ലോ മന്ത്രിമാരും MLA മാരും ഒക്കെ. മരുമകൻ ഇങ്ങനെ വീശി നടന്നിരുന്നല്ലോ അവിടെ. ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്തോ സഹോദരന്മാരെ? ഒരാൾക്ക് 700 കോടി ഉറപ്പിക വയനാടിന് വേണ്ടി മാത്രം കേരളത്തിലെ ജനങ്ങൾ സംഭാവന ചെയ്ത 700 ചില്ലാനം കോടി. പ്രതിപക്ഷം അന്ന് ആകെ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആ ഫണ്ട് ഇടരുത്, വയനാടിന് വേറെ അക്കൗണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അക്കൗണ്ട് ഉണ്ടാക്കി, ജനങ്ങൾ അതിലേക്ക് പൈസ കൊടുത്തു. 100 കണക്കിന് വീടുണ്ടാക്കാൻ ആളുകൾ തയ്യാറായി നിന്നു. ഇതേപോലെ തന്നെ അടുപ്പിച്ച് അങ്ങോട്ട്. ഇന്നലെ വൈത്തിരി താലൂക്ക് ഓഫീസിൽ ഈ പാവപ്പെട്ടവരെ വാടകയ്ക്ക് വേണ്ടി കരയാ. ആരെങ്കിലും ഉണ്ടോ? പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ മുക്കിയ 700 ചില്ലാനം കോടി എവിടെ പോയി? 400 വീടാ ഗവൺമെന്റിന്റെ കണക്കിൽ നഷ്ടപ്പെട്ടത്. 1.25 കോടി വെച്ച് സാധുക്കുന്ന പിടിച്ചോ ചെക്ക്, നിങ്ങൾ എവിടെ പോയി ജീവിക്കുക, എവിടെ പോയി ഭൂമി വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ തീരൂലേ? അതിനല്ലേ സെപ്പറേറ്റ് പണം കൊടുത്തത്? ആ പൈസയും വിഴുങ്ങി പിണറായി അല്ലേ? നിങ്ങൾക്ക് വാടക തരുന്നു പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു പറഞ്ഞു. ഭക്ഷണം കൊണ്ട് ഇവിടുന്ന് പോയ എന്താ പറയാ പ്രവർത്തകരെ ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ആട്ടി ഓടിച്ചു. കണ്ടതല്ലേ നിങ്ങള്? കണ്ടതല്ലേ? എന്താ പറഞ്ഞ? ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നു. അവിടെ ഇടപെട്ടിരുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് മലപ്പുറത്ത് നിന്ന് നീങ്ങിയ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരുന്നു. വൈറ്റ് ഗാർഡ്. അവർ ഈ വെള്ളക്കുപ്പായിട്ടപ്പം ഇളകി ആർക്ക്? ഈ പോലീസിനും ഈ ഗവൺമെന്റിനും. അവരെ അടിച്ചോടിക്കാനാണ് ഭക്ഷണം പോലും കൊടുക്കാവുന്നത്. ഇന്നും ഷെഡ് കെട്ടി പാർക്കുകയാണ്. 1.25 കോടിക്ക് അർഹരായ ഈ 400 വീട്ടുകാർ ഷെഡ് കെട്ടി പാർത്തിട്ട് ആ ഷെഡിന്റെ വാടക ചോദിച്ച് ഇന്ന് സമരത്തിലെ സുഹൃത്തുക്കളെ. ആരെങ്കിലും മിണ്ടിയോ? അവസാനം മുസ്ലിം ലീഗ് വേറിട്ടു. ഞങ്ങൾ ഇനി ഇല്ല, 100 വീട് ഞങ്ങൾ ഉണ്ടാക്കുക. അവര് പണി തുടങ്ങി. ഇപ്പോഴും എസ്റ്റേറ്റ് വിട്ട് കിട്ടിയ കടലാസ് കയ്യിൽ കിട്ടില്ല, കിട്ടൂല. കാരണം എസ്റ്റേറ്റിന് വില കൂട്ടി കൊടുക്കണം. 10,000 റുപ്യ 15,000 റുപ്യ സെന്റിനുള്ള ഭൂമി ഇപ്പൊ തന്നെ 45,000 ഗവൺമെന്റ് കൊടുത്തു. ഇനി 1 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രീം കോടതിയിൽ കേസ് പോവുക. ഇതാണ് ഞാൻ പറയുന്നത് നെക്സസ്. ധാരണയാ. ആദ്യം കയറുക, എന്നിട്ട് കോടതിയിൽ പോവുക. കോടതിക്ക് സ്വാഭാവികമായിട്ട് പറയില്ലേ നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത പോലെ മാന്യമായ പ്രൈസ് കൊടുക്കണമെന്ന്. ഞാൻ പറയും, ഇനിയും പറയും.
ആ പാവപ്പെട്ട മയ്യത്തിന്റെ മുകളിൽ പാന്തം വരിക്കുക എന്ന് പറയും പണ്ടത്തെ ആളുകൾ. മനസ്സിലായില്ലേ? ഈ മയ്യത്ത് പുതക്കുന്ന പുതപ്പുണ്ടല്ലോ, വെള്ളത്തുണി, അതിന്റെ ബക്ക് ഇങ്ങനെ കടിച്ചു കീറിയിട്ട് വേറെ എന്തെങ്കിലും കെട്ടാൻ പാന്തം വലിക്കും. അതിനാണ് മയ്യത്തിന്റെ മുകളിൽ പാന്തം കെട്ടാറുണ്ട്, മുറിക്കാന്ന് പറഞ്ഞത്. ആ പണിയല്ലേ പിണറായി ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞാൻ പറയണ്ടേ? പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊരു തർക്കം നിങ്ങൾ കരുതണ്ട. അത് പറയാൻ പാടില്ല. പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഒരു ഭാഗത്ത്. ഇനി എന്താ മറ്റത്? എന്താണ് PV അൻവറിനെ മാറ്റി നിർത്തിയിട്ടും നിലമ്പൂരിൽ ജയിക്കും, അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ആരാ പറയുന്നത്? ഈ UDFന്റെ ചെയർമാൻ. നിങ്ങൾക്ക് മാറ്, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. നോ, നത്തിങ്. ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ബഹുമാനപ്പെട്ട ഈ AICC സെക്രട്ടറി, ഞാൻ ഒന്ന് പറഞ്ഞു, എനിക്ക് പ്രതീക്ഷ KC-യിലാണ്, എൻ്റെ പഴയ നേതാവ് കൂടിയാ. 3 മണിക്കൂർ കോഴിക്കോട് ഞാൻ കാത്തിരുന്നു, ഒന്ന് കാണാൻ, ഒന്ന് പറയാൻ ഇതാണ് വസ്തുത എന്ന്. തിരിച്ചു പോരേണ്ടി വന്നില്ലേ? KC-നോട് എനിക്ക് അതിൽ ഒരു വിരോധവും ഇല്ല. അദ്ദേഹം അങ്ങേയറ്റം പരിശ്രമിച്ച. എന്റെ ഗ്രീവിയൻസ് ആണെന്ന് പറയട്ടെ. ക്ലാസ് ടീച്ചറോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഹെഡ്മാസ്റ്ററോടല്ലേ നമ്മൾ പറയാ. വില്ലേജ് ഓഫീസിൽ പ്രശ്നം ഉണ്ടായാൽ തഹസിൽദാരോട് പറയില്ലേ? തഹസിൽദാരോട് പറഞ്ഞിട്ട് പരിഹരിച്ചില്ലേ കളക്ടറോട് പറയില്ലേ? കളക്ടറോടും പറഞ്ഞിട്ട് പരിഹരിച്ചില്ലേ ചീഫ് സെക്രട്ടറിയോട് പറയില്ലേ? ആ ഒരു ചെറിയ നീതി. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് പറയും നമ്മളെ പണ്ടത്തെ ആളുകൾ. അവിടുന്ന് വിട്ടില്ലേ? എങ്ങോട്ടേക്കായി പോണത്? PV അൻവർ ഇല്ലാതെ UDFന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാ? ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞത്? അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ എൻ ബ്ലോക്കായിട്ട്. ഞാൻ മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞു ഇതിന്റെ പിന്നിലൊരു നിഗൂഢതയുണ്ട്. ഞാനും അദ്ദേഹം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല, വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല. ഉണ്ടായിരുന്ന വിഷയങ്ങൾ മുഴുവൻ പബ്ലിക്കിനോട് കാര്യം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹൃദയത്തെ തൊട്ട് പറഞ്ഞു, കേട്ടോ സോറി, അങ്ങനെ പറ്റിപ്പോയി, ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ്. എന്നോട് നിങ്ങൾ പുറക്ക് നിങ്ങളെ വീട്ടിൽ വരണം, ഞാൻ ചോദിച്ചാൽ അത് വേണ്ടെന്ന് പറയാം. അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല. ആ വിഷയം എൻ്റെ ഹൃദയത്തോട്ട്. ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. പിന്നെ എന്താ അൻവറിന് ഇത്ര വലിയ പ്രശ്നം? അതിനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും. പിന്നെ ഞാൻ ഇനി അതിലേക്ക് ഇല്ല, ഞങ്ങളോട് പറയാം. ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന, അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. ഒരുപാട് ചർച്ചകൾ നടത്തി. ആരെ നിർത്തിയാലും സഹായിക്കാം, പിന്തുണക്കാന്ന് പറഞ്ഞു, ഷൗക്കത്തിന് അംഗീകരിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു, വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനം വിശ്വാസമാണ്. അത് പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനോടും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് ആവണം. എനിക്ക് ഒരു രേഖാപരമായിട്ട് ഒരു കടലാസ് തരണം, അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണം. UDFനെ ഘടകകക്ഷിയാക്കും, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ഘടകകക്ഷിയാക്കി ഇപ്പൊ പ്രഖ്യാപിക്കണം. ഞാനൊരു ഉറച്ച സീറ്റ്, എൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ കൊടുത്തത്. അത് ജനങ്ങളോട് പറയാണ്. എനിക്കൊരു അധികാരവും വേണ്ടെന്ന് പറഞ്ഞിറങ്ങിപ്പോന്നവനാ. പക്ഷെ ഇവരെല്ലാം പാടെ കൂടിയിട്ട് എന്നെ ചവിട്ടിയിട്ട് മൂലക്കലാക്കും. എനിക്ക് നാളെ ജനങ്ങളുടെ വിഷയം പറയണമെങ്കിൽ, കേരളത്തിന്റെ നിയമസഭയിൽ പറയണമെങ്കിൽ, ഈ പിണറായി സത്തെ തോൽപ്പിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി നിയമസഭയിലെത്തി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ എനിക്കൊരു സിറ്റിംഗ് സീറ്റ് വേണം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു. മുമ്പ് എനിക്ക് വേണ്ടായിരുന്നു. കാരണം ഈ കാര്യങ്ങൾ പരിഗണിച്ച് ചെയ്യല്ലോ. 99 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. എത്ര വിന്നിംഗ് റേറ്റ്? 21 സീറ്റ്, 22 സീറ്റ്, 16ലും 21ലും. കണക്കൊന്ന് പരിശോധിച്ച് നോക്കുങ്ങൾ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ 75% സ്ഥാനാർത്ഥികളും 2 തെരഞ്ഞെടുപ്പിലും തോറ്റതാണ്. എനിക്ക് ആ തോറ്റ സീറ്റുകളിൽ പല സ്ഥലത്തും വിജയിപ്പിക്കാൻ കഴിയും. അതിന് പറ്റിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. അതിനെതിരെ നിർത്താൻ പറ്റുന്ന ശേഷിയുള്ള പലരും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ തോറ്റ 5 സീറ്റ് താ, ഒരു നിലക്കും നിങ്ങൾ വിജയിക്കാത്ത മലമ്പുഴ ഞാൻ ഏറ്റെടുക്കാം. ഞാൻ പറഞ്ഞു നോക്കി, തീരുമാനം വേണം. ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു, ഞാൻ വിട്ടു, നിങ്ങൾ എനിക്കൊരു സീറ്റ് പറ, ഒറ്റ സീറ്റ്, ബാക്കിയൊക്കെ വിട്, മറ്റേ ഘടകകക്ഷിയും വിട്, അസോസിയേറ്റ് എങ്കിൽ അസോസിയേറ്റ്. ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞാൽ കേട്ടോ,
ഞാൻ അതിന് മൂളാനല്ല പറഞ്ഞത്, നിങ്ങളൊരു സീറ്റ് പറയാൻ പറഞ്ഞു. ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്നറിയണല്ലോ. അപ്പൊ പറയാ നിങ്ങൾക്ക് എവിടെയും മത്സരിക്കാലോ, 140 സീറ്റില്ലേ, എവിടെയും മത്സരിക്കാലോ, അത് നമുക്ക് തീരുമാനിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പറ്റൂല, മുമ്പ് റെഡിയായിരുന്നു, ഇപ്പൊ പറ എനിക്ക് ഏത് സീറ്റ് തരും. മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല, കോൺഗ്രസിന്റെ സീറ്റാണ് നിലമ്പൂര്, കോൺഗ്രസിനാണ് ഇതിന്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത്, കോൺഗ്രസ് ആണല്ലോ തരേണ്ടത്. അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം അത് പറഞ്ഞപ്പോൾ എനിക്കത് ന്യായമാണെന്ന് തോന്നി. 100% ന്യായമല്ലേ ലീഗ് പറഞ്ഞത്. എൻ്റെ സീറ്റ് കൊടുക്കുന്നത്, ജനങ്ങൾ എനിക്ക് തന്ന സീറ്റ് കൊടുക്കുന്നത് ആർക്കാ? കോൺഗ്രസിനാണ്. 99 സീറ്റിൽ ഇത്രയും സീറ്റ് ഉണ്ടല്ലോ, ഒരു സിറ്റിംഗ് സീറ്റ് കേരളത്തിൽ എവിടെയും പറയും. അപ്പോൾ എന്നോട് എന്താ പറയുക, വളരെ ഉത്തരവാദിത്തപ്പെട്ടത് എന്താ, എന്നോട് സ്നേഹമുള്ള ആളാട്ടോ, പക്ഷേ അയാൾക്ക് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചൂടെ? ബേപ്പൂരേ ആദ്യം പറഞ്ഞു മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം ഇപ്പോൾ 2-3 നാളപ്പോൾ ഈ 3 ആഴ്ചകളിൽ ചവിട്ടിക്കൊന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ടോപ്പാണ്. അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തിക്കോളൂ. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എവിടത്തേക്ക് അത് കൊണ്ടുപോകുന്നു? കൊന്ന് കൊല വിളിക്കാനാണ് തീരുമാനം. മനസ്സിലായില്ലേ? ഒരൊറ്റ വ്യക്തിയാണ്, ഒരൊറ്റ വ്യക്തി, അല്ലാതെ UDFന്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല. ഈ പിണറായിസം തുടങ്ങി വെച്ചത് PV അൻവറാണ്. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട KC എയർപോർട്ടിൽ പറഞ്ഞ ഞങ്ങൾ കേട്ടാണല്ലോ. അതൊന്നും മൂപ്പര് അംഗീകരിക്കില്ല. അപ്പോ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും. പിന്നെ ഞാൻ മത്സരിക്കുന്നതാണ് അവൾക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല, നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം? എത്ര കോടി വേണം? ആരവിടെ വരാൻ പോണത്? 97 MLA-മാരും മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാര്, ഓലെ MP-മാര്, UDFന്റെ 42 MLA-മാര്, അവരുടെ MP-മാര്, അവരുടെ സംവിധാനം, കോടികൾ ഇങ്ങനെ പൊടിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഞാൻ. ചേലക്കര ഒരു ബൂത്തിൽ 4-5 ലക്ഷം ചെലവാക്കിയിരുന്നു. മരുമോന്റെ ഒരു സംഘടന വരും തിരുവനന്തപുരത്ത്, ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തുനിന്ന്. ഇപ്പൊ തന്നെ എല്ലാ സ്ഥലത്തും ഓഫീസായിട്ടുണ്ടാവും. അതേപോലെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ വേറൊരു സംഘടന വരും. ഇവരങ്ങോട്ട് ഇടിച്ച് തമർത്തി പോവല്ലേ. ഒരു 3 ലക്ഷം മിനിമം ഒരു ബൂത്തില് ചെലവാക്കണമെങ്കിൽ കോടി എത്ര വേണം? കോടികൾ വേണം. അവർ 10 ലക്ഷം ചെലവാക്കാൻ. ഇപ്പൊ ഈ നാഷണൽ ഹൈവേയിൽ തന്നെ 2000 കോടി പറഞ്ഞിട്ടാണല്ലോ ഇതിങ്ങനെ ഇടിഞ്ഞു വീണത്. തിരിഞ്ഞു നോക്കാതെ. അത് അടി കൂടെ വന്നോ മേലെ കൂടെ വന്നോ ദുബായി പോയിട്ട് ലാൻഡ് ചെയ്തോ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. ഒരു പ്രശ്നവുമില്ല. ഒറ്റ ദിവസം പ്രതിപക്ഷം ഇങ്ങനെ വന്നിട്ടോ ഇടിഞ്ഞു വീണത് ശരിയല്ല കേട്ടോ. പിന്നെ ആരെയും കാണുന്നില്ല. ജനങ്ങളോ ഈ പറയുന്ന എന്താ പറയാ, കാസർഗോഡും കണ്ണൂരും ഒക്കെ റോഡ് പോയിട്ട് മലയിൽ കൂടെ കയറി ഇറങ്ങിയ ആൾക്കാർ. കാരണം പണ്ട് പോയിന്റെ റോഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കിയിട്ട് അതിന്റെ മേലെ കൂടെ ഇങ്ങനെ നോക്കിയാൽ പടച്ചോരെ അതിന് നല്ലത് മല കയറി ആളുകൾ നടക്കുന്നു പോലും ഇല്ല. വല്ല പ്രശ്നമുണ്ടോ? കോടികൾക്ക് എന്റെ കയ്യിൽ ഒരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ അല്ല. ഞാൻ ആകെ കടക്കാരനെ പോലെ ഇപ്പൊ കൂടിയേഷങ്ങള് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ TV വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കും. പടച്ചോനെ എന്താ അതിന്റെ കഥ? മനസ്സിലായോ? ഒരു പൈസ അല്ല. എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട്. ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത്. ഇപ്പൊ എത്ര കേസാ അറിയോ? റവന്യൂ കേസ് ഹൈക്കോടതിയിൽ പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന PV അൻവർ, 100 റുപ്യ വരുമാനം, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി. പലതും ജപ്തിന്റെ വക്കിലാ. നാളെ രാവിലെ ജപ്തി വരുമോ എനിക്കറിയില്ല. ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കുകയാണ്. നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം. PV അൻവറിനെ തകർക്കാം. എങ്ങനെയാ തകർന്നത്? ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു നടത്തിയ പോരാട്ടം. അറിയോ നിങ്ങൾക്ക്? ഇവിടുത്തെ IPS ലോബി, ഇവിടുത്തെ IAS ലോബി, ഇവിടുത്തെ IFS ലോബി, ഇവിടുത്തെ RSS, കേന്ദ്ര ഗവൺമെന്റ്, LDF തന്നെ ചില ഘടകകക്ഷികളെ ചില ആളുകൾ, ഈ പറയുന്ന സംഘം
ഇവരൊക്കെ കൂടി ചേർന്ന് ഞെക്കി 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 എന്നെ ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി. ഒരു 10,000 റുപ്യക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയോ നിങ്ങൾക്ക്? ഒരു ദിവസം 3 കുപ്പായ ഇടുന്നവരാ. ഞാൻ ഈ ഷർട്ട് ഇന്നലെ ഇട്ട അറിയോ നിങ്ങൾക്ക്? ഇതിൽ അഴുക്കൊന്നും ആയിട്ടില്ല. ഒരു ഷർട്ട് മുണ്ട് ഇറക്കി കിട്ടണമെങ്കിൽ 60 റുപ്യ ഇടും. അത് കോടികൾ പി വി അൻവറിന്റെ കയ്യിലുണ്ടായിരുന്നൊന്നും അങ്ങനെ തന്നെയാ, ആയതല്ല. അപ്പൊ രാവിലെ ആ സ്ത്രീപ്പെട്ടി ഒന്നും ഇങ്ങനെ ആക്കിയാൽ ആ 60 റുപ്യ ഏതെങ്കിലും സാധനം കൊടുക്കാലോ, കൊടുത്തൂടെ? ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിലും ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല. ഇവിടുന്ന് 12,000 റുപ്യ 15,000 റുപ്യ ദുബായിലെത്തും. ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ 30,000 40,000 കൊടുക്കണം 3-4 മണിക്കൂറിന്. ഞാൻ ആ സാധാരണക്കാരടി പോയി എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല, ആ പൈസ ഉണ്ടെങ്കിലേ ഏതെങ്കിലും ഒരു സാധു വരുമ്പോൾ കൊടുക്കാം. ഏതായാലും ആകെ കടാ. ഇപ്പൊ ഈ രാവിലെ ഈ വാതിൽ തുറക്കാൻ പേടി. എനിക്കറിയാം മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവും. എന്താണ് ഓരോ ദുരന്തമായിട്ട് വരിക. ഇപ്പോഴെന്താ പി വി അൻവർ ഭയങ്കര മലയാളിയല്ലേ? കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. വിത്തെടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു. 1 ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും. അറിയങ്ങള് ഇവരുണ്ടാക്കിയ കേസ്, ഒരു മിച്ച ഭൂമി കേസ് 222 ഏക്കർ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താ വസ്തുത പടച്ചോന്നറിയാം. ഞാൻ അവിടെ വരേൽപ്പിക്കുക. അപ്പൊ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. ആഗ്രഹമുണ്ട്, ശേഷിയില്ല. അപ്പൊ ഞാൻ ഈ ജനങ്ങളോട് ഇപ്പൊ എന്താ പറഞ്ഞ, അൻവറിന്റെ രാഷ്ട്രീയം ഇപ്പൊ ഈ മുന്നണിയിൽ വന്നില്ലെങ്കിൽ അവസാനിക്കുന്നതാണ്. ഞാൻ ഓരോ രാഷ്ട്രീയം കണ്ടിട്ടല്ല. ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെടരുത്, നീ നീതിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞോടത്ത് നിൽക്കും. ഞാൻ ഈ പച്ച പാവപ്പെട്ട സാധുക്കളെ കണ്ടിട്ടാ. അപ്പൊ മത്സരിക്കണം ഇതിനെ പോരാടണം എന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അതിൽ ഗതിയില്ലാത്തവർ വരെ പറഞ്ഞ, അന്നോടാക്ക ഞാനൊരു 25,000 റുപ്യ ഉണ്ടായിത്തരാം, ഞാൻ 50,000 ഉണ്ടായിത്തരാം, ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് 2 ലക്ഷം ഉണ്ടായിത്തരാം. ആരാ ഈ പാവപ്പെട്ടെ ഈ തൊഴിലാളികൾ വന്നിട്ട് പറയാ? നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ്, ഈ വാർഡിലെ കാര്യം ഞങ്ങളേറ്റ്, നിങ്ങൾ ഇങ്ങോട്ട് വരും വേണ്ട, പൈസയും തരണ്ട. മനസ്സിലായോ? അപ്പൊ അതുപോലെ അറിയാം, ആർക്കറിയാം? 2 കൂട്ടർക്കും അറിയാം. അൻവറിന്റെ ബാങ്ക് ബാലൻസ് എന്താണ്, സ്ഥിതി എന്താണെന്നില്ല എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തള്ളുകയാണ്. ഇവൻ ഒരു ചുക്കും ചെയ്യില്ല എന്ന് എനിക്കറിയാം. അത് 2ാമത്തെ ഭാഗം. അപ്പോ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ്, നിസ്സഹായനാ. ഈ 2 കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയോല്. എന്നാലും ജീവനാണ് ഇപ്പൊ ആകെ ബാക്കിയുള്ളത്. മനസ്സിലായി? വെറും ജീവൻ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ജീവൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവപ്പെട്ട മനുഷ്യന്മാരുമായിട്ട് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. അതുകൊണ്ട് ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ 5 പൈസ ഇല്ല. മനസ്സിലായോ? ഇതിന്റെ കൂടെയുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികളാണ്. അപ്പൊ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടവെന്ന്. അന്നൂറാക്ക 3 ബൂത്തിന്റെ കാര്യം ഞങ്ങളേറ്റ്. ഞങ്ങളെ കൂട്ടത്തിലെ 4 എണ്ണത്തിനെ പുലി കടിച്ചു എന്ന് ആന ചവിട്ടിക്കൊന്ന് ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും, ഓല് പോയിക്കോട്ടെ, ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഗതി. ഞാൻ എന്ത് ചെയ്യും? 100%. വി ഡി സതീശൻ മാത്രമല്ല, ആ വി ഡി സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. പി വി അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയം ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൃത്യമായ വിവരം കിട്ടിയ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയും. ഞാൻ ഇനി ഇല്ല, യു ഡി എഫിലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല, പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കൾ എന്നെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ വരി ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷെ എനിക്ക് ശേഷിയില്ല.